അല്ല, ഇൻസെന്റീവ് കൂട്ടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മിനിസ്റ്റർക്ക് അവിടെ പോയി ഇൻസെന്റീവ് കൂട്ടി ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടത്തിയ സമരത്തിലൂടെയാണ് 2 ആഴ്ച മുമ്പ് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ നമ്മുടെ വേതനം വർദ്ധിപ്പിക്കുക, അല്ലെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞത്. എന്തായാലും അത്തരം ഒരു പോയി ചോദിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മൂവ്മെന്റിലൂടെ, ഈ കേരളത്തിൽ നടക്കുന്ന സമരത്തിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മളിവിടെ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓണറേറിയത്തിന്റെ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കേണ്ടുന്നത്. ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ അനുമതി വേണ്ടല്ലോ. അപ്പൊ അതിവിടെ തീരുമാനിക്കണം. ഇല്ല, അത് നമുക്കറിയത്തില്ലല്ലോ. അവർ മിനിസ്റ്റേഴ്സ്, സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടല്ലേ അത് അവർ പോയി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും ആശാവർക്കർമാരുടെ വിഷയവും ആണ് അവിടെ പ്രധാനമായി ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര മന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ അനുമതിയുടെ ആവശ്യമില്ല. അതല്ലെങ്കിൽ അവർ വ്യക്തമാക്കണം ആരാണ് ഓണറേറിയം തരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഫണ്ടിൽ നിന്നാണോ ഓണറേറിയം തരുന്നത്, സംസ്ഥാന സർക്കാരാണോ ഓണറേറിയം തരുന്നതെന്ന് വ്യക്തമാക്കണം. ഇത്രയും നാൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം നൽകുന്നത് ആശാവർക്കർമാർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയ വർധനം എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ല. ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് വാങ്ങാനാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരട്ടെ. പിന്നെ തീർച്ചയായിട്ടും 38 ദിവസം സമരത്തിനിരുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് ആ സമരത്തിൽ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിനൊരു സെറ്റിൽമെന്റ് ഫോർമുല വെക്കുക എന്നുള്ളതാണല്ലോ ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. ആ രീതി കാണിക്കാതെ അവിടെ വിളിച്ചിട്ട് ഇവിടെ സമരം തുടങ്ങിയ 5ാമത്തെ ദിവസം നമ്മളോട് ചർച്ച ചെയ്ത് അതേ രീതിയിൽ ചർച്ച ചെയ്ത് സമരത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് പറയുന്ന എന്ത് മര്യാദകേടാണത് എന്ന് പറഞ്ഞാൽ, ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് അവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? സമരത്തിന് ഉയർത്തിയിരിക്കുന്ന ഒരു ഡിമാൻഡ് ഉയർത്തിക്കൊണ്ട് 38 ദിവസം സമരം ചെയ്ത് രാവും പകലും ഇവിടെ കിടന്ന് സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് പറയുന്നത് എന്ത് രീതിയാണ്? ഇവര് എന്ത് തൊഴിലാളി വർഗ ബോധമാണ് ഇവർക്കുള്ളത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഫോർമുല വെച്ചിട്ട് ആളുകളുമായി ആരുമായിട്ടാണോ ഒരു ചർച്ച ചെയ്തിട്ട് വന്നൊരു സെറ്റിൽമെന്റ് ഫോർമുല അല്ലേ വെക്കേണ്ടത്? തന്നെയല്ല മിനിസ്റ്റർ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ് പിന്നെ ചാനലുകളെ വിളിച്ചിട്ട് പറഞ്ഞത്. ഞങ്ങളെ 15-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, സമരസമിതി പറഞ്ഞു ഞങ്ങൾ പോയി ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് അസത്യമായിട്ടുള്ള കാര്യമാണ്. മറിച്ച് ഞങ്ങൾ മിനിസ്റ്ററോട് കൃത്യമായി പറഞ്ഞത്, മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ധനകാര്യ വകുപ്പും ധനമന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പറഞ്ഞു അത് ആലോചിച്ച് തീരുമാനം എടുക്കുക, ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത്. എന്നിട്ട്